നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാത 66 മണത്തലയിൽ നിർമ്മാണം നടക്കുന്ന മേൽപ്പാലത്തിന് മുകളിലെ ടാറിട്ട ഭാഗത്ത് വലിയ വിള്ളൽ കണ്ടെത്തി. റോഡ് ഉപരോധിച്ച് പ്രതിഷേധം നടത്തിയ UDF അംഗങ്ങളെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്തു. നിർമ്മാണത്തിലെ അപാകത സംബന്ധിച്ച് വിദഗ്ധരുടെ പരിശോധന അടിയന്തരമായി നടത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഗതാഗത മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് NK അക്ബർ MLA കത്ത് നൽകി. കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ പാറേമ്പാടത്ത് തകർന്ന കൾവെട്ട് താൽക്കാലികമായി പുനർനിർമ്മിച്ചു. കൾവെട്ട് തകർന്നത് ചൊവ്വാഴ്ച രാത്രി 8:30-ഓടെ. KSRTC ബസ്സിൽ കേരളത്തിലേക്ക് കഞ്ചാവ് കടത്താൻ ശ്രമിച്ച വെളിയങ്കോട് സ്വദേശികൾ പിടിയിൽ. ഇവരിൽ നിന്ന് 8.782 കിലോഗ്രാം കഞ്ചാവ് എക്സൈസ് പിടിച്ചെടുത്തു. കോട്ടോൽ കുന്നിലെ മണ്ണെടുപ്പ് മഴവെള്ളത്തിൽ ചെളിയെത്തുന്നത് ക്ഷേത്രത്തിലേക്ക് ദുരിതത്തിലായി ഭക്തരും യാത്രികരും. വാർത്തകൾ വിശദമായി. ദേശീയപാത 66 മണത്തലയിൽ നിർമ്മാണം നടക്കുന്ന മേൽപ്പാലത്തിന് മുകളിലെ ടാറിട്ട ഭാഗത്ത് വലിയ വിള്ളൽ കണ്ടെത്തി. മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് മുന്നിലെ മേൽപ്പാലത്തിന് മുകളിലെ ടാറിട്ട ഭാഗത്താണ് 50 മീറ്ററിലേറെ നീളത്തിൽ വലിയ വിള്ളൽ വീണിരിക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ടോടെ ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ദേശീയപാത അധികൃതർ രാത്രി തന്നെ സ്ഥലത്തെത്തി ടാറിട്ട് വിള്ളൽ അടച്ചു. നിലവിൽ ഈ ഭാഗത്ത് ഗതാഗതത്തിന് തുറന്നുകൊടുത്തിട്ടില്ല. വിള്ളലിലൂടെ വെള്ളമിറങ്ങി പാലം തകർന്നു പോകാനും സാധ്യത ഏറെയാണ്. കൂടാതെ ദേശീയപാതയിൽ നിന്ന് വെള്ളവും ചെളിയും പരിസരത്തെ വീടുകളുടെ മുറ്റത്തേക്കും പറമ്പുകളിലേക്കും ഒഴുകുന്നതും ജനങ്ങൾക്ക് ദുരിതമാകുന്നുണ്ട്. നിർമ്മാണത്തിലെ അപാകത സംബന്ധിച്ച വിദഗ്ധരുടെ പരിശോധന അടിയന്തരമായി നടത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി കേരളത്തിലെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ചീഫ് ജനറൽ മാനേജരും റീജിയണൽ ഓഫീസറുമായ BL മീണ, കൊച്ചിയിലെ പ്രൊജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ എന്നിവർക്കും ജില്ലാ കളക്ടർക്കും NK അക്ബർ MLA കത്ത് നൽകി. മണത്തലയിൽ ദേശീയപാത മേൽപ്പാലത്തിന് മുകളിൽ വലിയ വിള്ളൽ സംഭവിച്ചതിൽ പ്രതിഷേധിച്ച UDF അംഗങ്ങളെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്തു. റോഡ് ഉപരോധിച്ച് പ്രതിഷേധം നടത്തിയ ചാവക്കാട് നഗരസഭ പ്രതിപക്ഷ നേതാവ് KV സത്താർ, യൂത്ത് കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് ഷിഹാബ്, UDF നിയോജക മണ്ഡലം കൺവീനർ ഷാനവാസ്, HM നൌഫൽ, നൌഷാദ് തെരുവത്ത് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ പാറേമ്പാടത്ത് തകർന്ന കൾവെട്ട് താൽക്കാലികമായി പുനർനിർമ്മിച്ചു. നിർമ്മാണം നടക്കുന്ന തൃശൂർ കുറ്റിപ്പുറം പാതയിൽ ചൊവ്വാഴ്ച രാത്രി 8:30-ഓടെയാണ് കൾവെട്ട് തകർന്നത്. ഇതുവഴി വന്ന ലോറി ഡ്രൈവറാണ് കൾവെട്ട് തകർന്നത് കണ്ടത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന പാതയുടെ പകുതി ഭാഗം പൊളിച്ചിട്ട നിലയിലാണ്. ഒരു വശത്ത് നിന്നു മാത്രം വാഹനങ്ങൾ കടത്തിവിട്ട് ഗതാഗതം നിയന്ത്രിക്കുന്നതിനിടയിലാണ് കൾവെട്ട് തകർന്നത്. ഇതോടെ സംസ്ഥാന പാതയിലെ ഗതാഗതം പൂർണ്ണമായും നിലച്ചു. രാത്രി തന്നെ തകർന്ന ഭാഗം മെറ്റൽ ഉപയോഗിച്ച് കുഴിയടച്ചു. ഇതുവഴിയുള്ള ഗതാഗതം ബുധനാഴ്ച മുതൽ ഭാഗികമായി പുനരാരംഭിച്ചു. അക്കിക്കാവിൽ നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇതുവഴി കടത്തിവിടുന്നത്. വടക്കുഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പാറേമ്പാടം കുരിശുവഴി പോർക്കുളം വഴിയാണ് അക്കിക്കാവിലേക്ക് പ്രവേശിക്കുന്നത്. KSRTC ബസ്സിൽ കേരളത്തിലേക്ക് കഞ്ചാവ് കടത്താൻ ശ്രമിച്ച വെളിയങ്കോട് സ്വദേശികൾ പിടിയിൽ. പൊന്നാനി വെളിയങ്കോട് അയ്യോട്ടിച്ചിറ സ്വദേശികളായ റംഷാദ്, റാഫി എന്നിവരാണ് വാളയാർ ടൗണിൽ വെച്ച് എക്സൈസിന്റെ പിടിയിലായത്. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി പാലക്കാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജയപ്രസാദും സംഘവും വാളയാർ ടൗണിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് യുവാക്കളെ കഞ്ചാവുമായി പിടികൂടിയത്. കോയമ്പത്തൂരിൽ നിന്നും ആലുവയിലേക്ക് പോകുകയായിരുന്ന KSRTC ബസ്സിൽ 2 ബാഗുകളിലായി കഞ്ചാവ് കടത്തുകയായിരുന്നു ഇരുവരും. ഇവരിൽ നിന്ന് 8.782 കിലോഗ്രാം കഞ്ചാവ് എക്സൈസ് പിടിച്ചെടുത്തു. സംഘത്തിൽ AEI ഗ്രേഡ് ശ്രീജി, PO ഗ്രേഡ് ദിലീപ് പ്രസാദ്, CEO അബ്ദുൾ ബഷീർ എന്നിവരും ഉണ്ടായിരുന്നു.
കോട്ടോൽക്കുന്നിലെ മണ്ണെടുപ്പ് മഴവെള്ളത്തിൽ ചെളിയെത്തുന്നത് ക്ഷേത്രത്തിലേക്ക്. ദേശീയപാതയുടെ നിർമ്മാണത്തിനായി കോട്ടോൽക്കുന്നിൽ നടത്തിയ മണ്ണെടുപ്പ് മൂലം മഴയിൽ ദുരിതം സൃഷ്ടിക്കുന്നത് ശ്രീ അസുര മഹാകാളൻ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തർക്കും യാത്രക്കാർക്കും സമീപവാസികൾക്കും. കഴിഞ്ഞ ദിവസം മേഖലയിൽ മഴ കനത്തു പെയ്തതോടെ മണ്ണെടുത്ത കുന്നിൽ നിന്നും ചെളി ഒഴുകിയെത്തിയത് സാമൂതിരി കോട്ടയ്ക്കൽ കിഴക്കേ കോവിലകത്തിന്റെ അവകാശത്തിലുള്ള വടക്കേക്കോട്ടോൽ ശ്രീ അസുര മഹാകാളൻ ക്ഷേത്രാങ്കണത്തിലേക്കാണ്. മഴവെള്ളത്തിനൊപ്പം ചെളിയും ക്ഷേത്രാങ്കണത്തിലേക്ക് പതിച്ചതോടെ നടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് ഭക്തർക്കുള്ളത്. ചെളി പതിച്ചതോടെ ക്ഷേത്രാങ്കണത്തിലെ മഴവെള്ളത്തിന് ഒലിച്ചുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതോടെ വെള്ളക്കെട്ടും ക്ഷേത്രത്തിൽ രൂപപ്പെട്ടു. ക്ഷേത്രത്തിനു പുറമെ വടക്കേക്കോട്ടൂൽ കടവല്ലൂർ റോഡിലും ചെളി നിറഞ്ഞതോടെ യാത്രക്കാരും സമീപവാസികളും ദുരിതത്തിലായി. റോഡിന്റെ ഒരു വശത്ത് ചെളി അടിഞ്ഞുകൂടിയതോടെ ഇരുചക്രവാഹനങ്ങൾ തെന്നി വീഴുന്ന അവസ്ഥയാണ്. പഞ്ചായത്ത് റോഡിന് വശത്തുള്ള കാന മണ്ണ് നിറഞ്ഞു മൂടിയ നിലയിലാണ്. കാനയിൽ മണ്ണ് നിറഞ്ഞതോടെയാണ് വെള്ളം റോഡിലേക്കും ക്ഷേത്രത്തിലേക്കും ഒലിച്ചിറങ്ങുന്നത്. കാനയിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്ത് മഴവെള്ളവും ചെളിയും റോഡിലേക്കും ക്ഷേത്രത്തിലേക്കും എത്തുന്നത് തടയാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ക്ഷേത്രം ഭരണസമിതി പഞ്ചായത്തിൽ പരാതി നൽകി. 16 വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗിക പീഡനം നടത്തിയ കേസിൽ 24 വയസ്സുകാരന് 39 വർഷം കഠിന തടവും 2,40,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. മതിലകം മാങ്ങാലിപ്പറമ്പിൽ വീട്ടിൽ റിൻഷാദിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് അന്യാസ്തയിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. 2022 ഡിസംബർ 14-നാണ് കേസിനാസ്പദമായ സംഭവം. ഇൻസ്റ്റഗ്രാമിലേക്ക് മോശം മെസ്സേജുകൾ അയച്ചും നിരന്തരം നിർബന്ധിച്ചുമാണ് അതിജീവതയെ അർദ്ധരാത്രി താമസ സ്ഥലത്തു നിന്നും പുറത്തേക്ക് വരുത്തിച്ച് ലൈംഗിക പീഡനം നടത്തിയത്. ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് CPO പ്രസീത അതിജീവതയുടെ മൊഴി രേഖപ്പെടുത്തി. ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ SI അനിൽകുമാർ രജിസ്റ്റർ ചെയ്ത കേസിൽ SI സെസിൽ ക്രിസ്ത്യൻ രാജ് ആദ്യാന്വേഷണം നടത്തി. SHO വിപിൻ K വേണുഗോപാൽ തുടർ അന്വേഷണം നടത്തി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ C എന്നിവർ ഹാജരായി. CPOമാരായ സിന്ധു, പ്രസീത എന്നിവർ കോടതി നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി പ്രോസിക്യൂഷനെ സഹായിച്ചു. കനത്ത മഴയിൽ എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ കൃഷിനാശം സംഭവിച്ചു. ചുങ്കത്ത് വീട്ടിൽ യേശുദാസിന്റെ നിലക്കടല കൃഷിക്കാണ് വെള്ളം കയറി നശിച്ചത്. തൃക്കണപതിയാരം പാടശേഖരത്തിൽ 1/2 ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്തിരുന്നത്. വിളവെടുക്കാൻ 10 ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് അപ്രതീക്ഷിതമായി മഴ പെയ്തത്. 10 ദിവസം കൊണ്ട് വെള്ളത്തിൽ കിടന്ന് പൂർണ്ണമായും നശിക്കും. ചീര ഉൾപ്പെടെയുള്ള പച്ചക്കറികളും വെള്ളം കയറി നശിച്ചു പോകുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ വ്ളാത്താങ്കര ചീര, അതുപോലെ കപ്പലണ്ടി, അതുപോലെ പയറൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പയർ കുറച്ച് കിട്ടി. അതുപോലെ പച്ചക്കറികൾ കുമ്പളം മത്തനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു 3.5 മാസം കൊണ്ട് അതങ്ങോട്ട് പൂവിട്ട് കായായി വരുമ്പോഴേക്കും മഴ പെയ്തു. ഇവിടെ ഈ പാടത്തു കൂടെയുള്ള ഒരു ചാലുണ്ട്. ആ ചാലിൽ കൂടെ കൃത്യമായിട്ട് വെള്ളം പോയിരുന്നു വിചാരിച്ചെങ്കിൽ ഈ പാടത്തൊന്നും ഇത്ര പെട്ടെന്ന് വെള്ളമായിരുന്നില്ല. അപ്പോൾ അത് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇതിപ്പോൾ നമുക്കൊരു 6-7 ദിവസം കൂടി കിട്ടിയ ഈ കപ്പലണ്ടി മൂത്ത് കിട്ടുമായിരുന്നു. ഒരു 10 ദിവസം മാക്സിമം. ആ 10 ദിവസത്തിനുള്ളിൽ കിട്ടിയായിരുന്ന ഒരു സംഗതിയാണ്. നല്ല വിളവുണ്ട്. ഇപ്പോൾ ഞാൻ മുമ്പ് പറിച്ചിട്ടുള്ളതൊക്കെ ഇതിനേക്കാൾ കൂടുതൽ വിളവ് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ സംഗതി നമ്മുടെ നാട്ടിൽ വിജയിക്കും. പക്ഷേ ഒരു ജനുവരി മാസങ്ങളിലൊക്കെ ചെയ്തു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കർഷകർക്കും. ഒരുമനയൂർ ഗ്രാമപഞ്ചായത്തിൽ 33-ാം നമ്പർ സ്മാർട്ട് അങ്കണവാടി കെട്ടിടം പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. മുൻ MP TN പ്രതാപന്റെ 2023-24 വർഷത്തെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 26 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ശീതീകരിച്ച സ്മാർട്ട് അങ്കണവാടി നിർമ്മിച്ചത്. RO മുഹമ്മദ് കുട്ടി ഫൗണ്ടേഷൻ സംഭാവന നൽകിയ 3 സെന്റ് സ്ഥലത്താണ് സ്മാർട്ട് അങ്കണവാടി നിർമ്മിച്ചത്. മുൻ MP TN പ്രതാപൻ മുഖ്യാതിഥിയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ നിർമ്മിതി കേന്ദ്രം എഞ്ചിനീയർ ബീന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ KH കയ്യമ്മു ടീച്ചർ, ET ഫിലോമിന ടീച്ചർ, ബ്ലോക്ക് മെമ്പർമാരായ ആഷിദ, മിസ്രിയ മുസ്താഖലി, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പർ ആരിഫ ജുഫൈർ സ്വാഗതവും ICDS സൂപ്പർവൈസർ ഷീബ നന്ദിയും പറഞ്ഞു. CPIM പുന്നൂർകുളം ഈസ്റ്റ് വെസ്റ്റ് ബ്രാഞ്ചുകൾ സംയുക്തമായി ജനകീയ പങ്കാളിത്തത്തോടെ നിർമ്മിക്കുന്ന മണിച്ചേച്ചിക്കൊരു സ്നേഹവീടിന്റെ തറക്കല്ലിടൽ കർമ്മം നടന്നു. പുന്നൂർകുളം 15-ാം വാർഡ് കിണർ പരിസരത്ത് തനിച്ച് താമസിക്കുന്ന പെരുവഴിപ്പുറത്ത് പരേതനായ കുഞ്ഞുമോൻ ഭാര്യ മണിക്കാണ് വീട് നിർമ്മിച്ച് നൽകുന്നത്. 3 സെന്റ് പറമ്പിലായിരുന്നു മണിയുടെ പകുതി ഓടിട്ട വീട് നിലനിന്നിരുന്നത്. തീരദേശ ഹൈവേക്കായി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ഇവരുടെ സ്ഥലവും വീടും അതിൽ ഉൾപ്പെടും എന്ന കാരണത്താൽ ലൈഫ് ഭവന പദ്ധതിയിലും മറ്റ് അനുകൂല പദ്ധതികളിലും പേര് ചേർക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നീട് വന്ന അളവെടുപ്പിൽ ഇവരുടെ അതിരിനോട് ചേർന്ന സ്ഥലമാണ് ദേശീയപാത അധികൃതർ ഏറ്റെടുത്തത്.
റോഡ് പണി ആരംഭിച്ചതോടുകൂടി ദുരിതവും വർദ്ധിച്ചു. JCB ഉപയോഗിച്ച് റോഡ് പണിയുടെ ആവശ്യാർത്ഥം കുഴികൾ എടുക്കുമ്പോൾ പ്രകമ്പനം മൂലം വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയും ചെയ്തിരുന്നു. നവീകരണം നടത്താനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതിനാൽ ഇടിഞ്ഞു വീഴാറായ കൂരയിലായിരുന്നു ഇവരുടെ താമസം. തൊഴിലുറപ്പ് ജോലിയാണ് ഏക ഉപജീവനമാർഗം. ഇവരുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കിയാണ് CPIM ഈസ്റ്റ് വെസ്റ്റ് ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടുകൂടി സ്നേഹഭവനം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. TK നൌഷാദ് ചെയർമാനായും ജിഷാദ് കൺവീനറായും ആലത്തയിൽ മൂസ ട്രഷററായും MC ബഷീർ, കമാൽ എന്നിവർ രക്ഷാധികാരികളുമായി കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മുൻ MLAയും CPIM ജില്ലാ സെക്രട്ടറിയുമായ KV അബ്ദുൽ ഖാദർ വീടിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. നിർമ്മാണ കമ്മിറ്റി കൺവീനർ ജിഷാദ് അധ്യക്ഷത വഹിച്ചു. പുന്നീർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, വാർഡ് മെമ്പർമാരായ ആലത്തയിൽ മൂസ, ഹാജറ കമറുദ്ദീൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് AD ധനീബ്, കോൺഗ്രസ് നേതാവ് മൂസ ആലത്തയിൽ, V അപ്പു മാസ്റ്റർ, V താജുദ്ദീൻ തുടങ്ങി പ്രദേശത്തെ വിവിധ സാമൂഹിക പ്രവർത്തകരും പങ്കെടുത്തു. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 മുതൽ 16 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം ആരംഭിച്ചു. പരിശീലന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ അധ്യക്ഷയായി. ഗുരുവായൂർ എലൈറ്റ് ലിഷർലാൻഡിലാണ് നീന്തൽ പരിശീലനം ഒരുക്കിയിരിക്കുന്നത്. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100ഓളം കുട്ടികളാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. വിവിധ സമയക്രമങ്ങളിലായി വിദഗ്ധരായ നീന്തൽ പരിശീലകരുടെ നേതൃത്വത്തിലാണ് പരിശീലന ക്ലാസുകൾ നടക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശുഭ ജയൻ, മെമ്പർമാരായ അബ്ദുൾ ഗഫൂർ, സുനിത പ്രസാദ്, ഷീജ രാധാകൃഷ്ണൻ, ക്ലർക്ക് അലിമോൻ KK, ഇൻചാർജ് ഓഫീസർ ബിജില സുനിൽ എന്നിവർ സംബന്ധിച്ചു. വർഗീയതയ്ക്കും സാമൂഹ്യ ജീർണതയ്ക്കുമെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി നടത്തുന്ന കാൽനട ജാഥയ്ക്ക് എരുമപ്പെട്ടി വെസ്റ്റ് മേഖലയിൽ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ ഏരിയ സെക്രട്ടറി മിനി അരവിന്ദൻ, വൈസ് ക്യാപ്റ്റൻ കർമ്മല ജോൺസൺ, മാനേജർ മീന സാജൻ എന്നിവരെ വിവിധ സംഘടനാ പ്രതിനിധികൾ ഷോൾ അണിയിച്ചു. സുമന സുഗതൻ, സ്വപ്ന പ്രദീപ്, ദിവ്യ മനോജ്, രമണി രാജൻ, ജമീല രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്കായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ സുധൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MM ഷഫീർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ, പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കൗൺസിലർ അബ്ദുൾ റഷീദ് KV എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ നഗരസഭ ഹോമിയോ ഹോസ്പിറ്റലും ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലും ചേർന്നാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകിയത്. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ചാവക്കാട് ടൗണിൽ CPIM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ പതാക ഉയർത്തി. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം KM അലി, യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് TM ഹനീഫ, ചാവക്കാട് വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി PS അശോകൻ, CPIM മണത്തല ലോക്കൽ സെക്രട്ടറി AA മഹേന്ദ്രൻ, യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം TA അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. മെയ് 29, 30, 31 തീയതികളിലായാണ് സംസ്ഥാന സമ്മേളനം. ചാവക്കാട് നഗരസഭാ പരിധിയിലെ ലൈബ്രറികളുടെ നേതൃത്വത്തിൽ പുസ്തക സമാഹരണ യജ്ഞവും അവധിക്കാല ക്യാമ്പും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ KK മുബാറക് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രസന്ന രണദിവെ, ബുഷറ ലത്തീഫ്, കൗൺസിലർ MR രാധാകൃഷ്ണൻ, ലൈബ്രറിയൻ MT പ്രവീണ എന്നിവർ സംസാരിച്ചു. നഗരസഭാ പരിധിയിലെ മുതുവട്ടൂർ, തിരുവത്ര ബീച്ച്, വഞ്ചിക്കടവ്, പുത്തൻകടപ്പുറം ലൈബ്രറികളുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുട്ടികൾക്കായി വിഷ്ണു, KB അനൂപ് എന്നിവർ ചെസ് പരിശീലനത്തിനും ചിത്രകലയിൽ സുരാസ് പേരകവും നാടകത്തിൽ ശിവദാസും ക്യാമ്പ് നയിച്ചു. 2025 ജൂലൈ 19, 20 തീയതികളിലായി തൃശൂരിൽ നടക്കുന്ന KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ 39ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കുന്നംകുളം ഡിവിഷൻ വാർഷിക സമ്മേളനം നടന്നു. പുതുശ്ശേരി IMA ഹാളിൽ ബുധനാഴ്ച രാവിലെ 9:30 രജിസ്ട്രേഷൻ നടപടികളോടെ സമ്മേളനം ആരംഭിച്ചു. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MT വർഗീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ പ്രസിഡന്റ് MA അഹമ്മദ് ഉണ്ണിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന സെക്രട്ടറി MJ പോൾ മുഖ്യപ്രഭാഷണം നടത്തി. ഡിവിഷൻ വൈസ് പ്രസിഡന്റ് K നാരായണൻ അനുസ്മരണം നടത്തി. സെക്രട്ടറി CV ഫ്രാൻസിസ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ മാർട്ടിൻ J മാളിയേക്കൽ വാർഷിക കണക്കും അവതരിപ്പിച്ചു. വനിതാവേദി കൺവീനർ KP മായാദേവി,
ജില്ലാ പ്രസിഡന്റ് എ വി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ജില്ലാ ഡിവിഷൻ ഭാരവാഹികൾ യോഗത്തിൽ സംബന്ധിച്ചു. യോഗത്തിന് സി ശിവദാസൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പി പി പ്രേമവത്സൻ നന്ദിയും പറഞ്ഞു. കേരളത്തിലെ അസംഘടിതരായ മനുഷ്യരുടെയും ദുർബലരുടെയും കണ്ണീരും വിയർപ്പും അവഗണിച്ചുകൊണ്ടാണ് പിണറായി സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് CH റഷീദ്. MSF ഗുരുവായൂർ നിയോജക മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി വടക്കേക്കാട് നടത്തിയ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നായരങ്ങാടി PCM പ്ലാസ ഓഡിറ്റോറിയത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച വിദ്യാർത്ഥി റാലിക്ക് ശേഷമാണ് പൊതുസമ്മേളനം ആരംഭിച്ചത്. മുസ്ലിം ലീഗ് ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് RP ബഷീർ പതാക കൈമാറിക്കൊണ്ട് വിദ്യാർത്ഥി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. 500-ലധികം വിദ്യാർത്ഥികൾ റാലിയിൽ പങ്കെടുത്തു. MSF മണ്ഡലം പ്രസിഡന്റ് CA അജ്മലിന്റെ അധ്യക്ഷതയിൽ വർക്കിംഗ് കമ്മിറ്റി അംഗം ഫർഹാൻ ആമുഖ പ്രഭാഷണം നടത്തി. മണ്ഡലം സെക്രട്ടറി CK നജാഫ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ അൻവർ സാദത്ത് മുഖ്യപ്രഭാഷണം നടത്തി. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ, മെമ്പർ ശ്രീധരൻ മാക്കാലിക്കൽ, തടാകം കുഞ്ഞു മുഹമ്മദ് ഹാജി, RV അബ്ദുറഹീം, ആരിഫ് പാലയൂർ, ജാഫർ സാദിഖ്, RP ബഷീർ, KK ഹംസക്കുട്ടി, സൈനുൽ ആബിദ് തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കേക്കാട് സോഷ്യൽ എംപവർമെന്റ് സെന്ററിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തോടുകൂടിയാണ് നിയോജക മണ്ഡലം സമ്മേളനം സമാപിക്കുക. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പച്ചക്കറി തൈകളുടെ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ നിർവഹിച്ചു. സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞത്തിന്റെ ഭാഗമായി ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പച്ചക്കറി തൈകളുടെ ആദ്യഘട്ട വിതരണമാണ് നടന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം ES സുരേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗം MK ജോസ്, കൃഷി ഓഫീസർ AV വിജിത, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ NV രജനി എന്നിവർ സംസാരിച്ചു. ആദ്യഘട്ടത്തിൽ 10,000 പച്ചക്കറി തൈകൾ വിവിധ കർഷക ഗ്രൂപ്പുകൾക്കാണ് വിതരണം ചെയ്യുന്നത്. അതിനാവശ്യമാകുന്ന നിലയിലുള്ള പദ്ധതിയും പരിപാടിയും തയ്യാറാക്കി വലിയ മുന്നേറ്റം പച്ചക്കറി കൃഷി മേഖലയിൽ നമുക്ക് സുരക്ഷിതമായ പച്ചക്കറി, പൂർണ്ണമായ അർത്ഥത്തിൽ ജൈവ പച്ചക്കറി എന്ന നില എളുപ്പം യാഥാർത്ഥ്യമാകുന്ന കാര്യമല്ല. പക്ഷേ സുരക്ഷിതമായ പച്ചക്കറി ലഭ്യമാക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ കുടുംബശ്രീ JLG ഗ്രൂപ്പുകൾക്കാണ് ഒന്നാം ഘട്ടം നമ്മളിത് കൊടുക്കും. രാജ്യാന്തര ചായ ദിനത്തിൽ സജീഷിന്റെ ചായക്കടയിലെത്തിയവർക്ക് ചായക്കൊപ്പം ബിസ്ക്കറ്റും കാപ്പി മിഠായിയും സൗജന്യം. കണ്ടാണശ്ശേരി പഞ്ചായത്ത് നമ്പഴിക്കാടുള്ള സജീഷേട്ടന്റെ ചായക്കടയിലാണ് രാജ്യാന്തര ചായ ദിനത്തിൽ സൗജന്യങ്ങൾ ഒരുക്കിയത്. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹി കൂടിയായ സജീഷ് ചന്ദ്രന്റെ ചായക്കടയിലെത്തിയ അധ്യാപകൻ സ്റ്റൈജു മാസ്റ്ററാണ് ബിസ്ക്കറ്റും കാപ്പിമിഠായിയും സമ്മാനിച്ചത്. ലോക ചായ ദിനത്തിൽ കടയിലെത്തുന്നവർക്ക് ബിസ്ക്കറ്റും കാപ്പിമിഠായിയും സൗജന്യമായി നൽകാനായാണ് ബിസ്ക്കറ്റും മിഠായിയും കടയിലെത്തിച്ച് നൽകിയത്. അധ്യാപകൻ സ്നേഹത്തോടെ സമ്മാനിച്ച ഉപഹാരങ്ങൾ തന്റെ കടയിലെത്തുന്നവർക്ക് നൽകി ചായദിനം വേറിട്ട് ആചരിക്കുകയാണ് സജീഷ്. വ്യത്യസ്ത ഇനം ചായകളുമായി സമൂഹമാധ്യമങ്ങളിലൂടെ പ്രശസ്തമായ സജീഷേട്ടന്റെ ചായക്കടയിലേക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ധാരാളം ചായപ്രേമികൾ എത്തുന്നുണ്ട്. കോൺഗ്രസ് ഒരുമണിയൂർ മണ്ഡലം ആസ്ഥാന മന്ദിരത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ കട്ടിളവെപ്പ് നടന്നു. ആസ്ഥാനം നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ KJ ചാക്കോ, കൺവീനർ ഹംസ കാട്ടത്തറ, ഹമീദ് ഹാജി, VP അലി, VTR റഷീദ്, വലിയകത്ത് ഷംസുദ്ദീൻ, ജോഷി തോമസ്, ഫാദിൻ രാജ് ഹുസൈൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒരുമണിയൂർ കിണർ ബസ് സ്റ്റോപ്പിന് പടിഞ്ഞാറു ഭാഗത്താണ് ഇരുനിലകളിലായി 3000 സ്ക്വയർ ഫീറ്റിൽ കെട്ടിടം നിർമ്മിക്കുന്നത്. മന്നലാകുന്ന് സയ്യിദ് ഷൈഖുൽ ഫൾറമി തങ്ങളുടെ ഉറുസ് മുബാറക് മെയ് 22 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇസ്ലാമിക പ്രബോധനം ലക്ഷ്യം വെച്ച് യമനിലെ ഹദർമൌത്തിൽ നിന്നും ഹിജറ 398 കേരളത്തിലെത്തുകയും ദക്ഷിണ തീരദേശ മലബാറിന്റെ ഭാഗമായ മന്നലാകുന്ന് കേന്ദ്രീകരിച്ച് ഇസ്ലാമിക പ്രബോധന സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത ഷെയ്ഖുൽ ഹദർമി തങ്ങളുടെ ഉറൂസ് മുബാറക് വ്യാഴാഴ്ച രാവിലെ 8:30 മഹൽ പ്രസിഡന്റ് AM അലാവുദ്ദീൻ ജാറം പരിസരത്ത് പതാക ഉയർത്തുന്നതോടുകൂടി ആരംഭിക്കും. തുടർന്ന് മസ്ജിദ് മുൻഹത്തീബ് കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാരുടെ നേതൃത്വത്തിൽ കൂട്ടപ്രാർത്ഥനയും ഉണ്ടായിരിക്കും. വൈകിട്ട് 7:30 ഖത്തീബ് CM മുഹമ്മദ് മൻസൂർ യമാനി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ സ്വാലിഹ് അൻവരി ചേകനൂർ വഴിതെറ്റുന്ന കൗമാരം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തും. 23 വെള്ളിയാഴ്ച വൈകിട്ട് 7:30 ലഹരിവിരുദ്ധ സെമിനാറിൽ ഫിലിപ്പ് മമ്പാട് പ്രഭാഷണം നടത്തും. തുടർന്ന് മഹൽ അസിസ്റ്റന്റ് മുദരിസ് അബ്ദുറഹ്മാൻ ബാഖവിയുടെ നേതൃത്വത്തിൽ മജ്ലിസുന്നൂർ പരിപാടിയും ഉണ്ടായിരിക്കും. 24 ശനിയാഴ്ച നസീമ നാനി കൊല്ലം വർത്തമാനകാല രക്ഷിതാക്കൾ എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും. ബദർ പള്ളി ഇമാം ബാദുഷ ബാഖവി ഉദ്ഘാടനം ചെയ്യും.
25 ഞായറാഴ്ച സുബഹി നമസ്കാരാനന്തരം മൗലിദ് പാരായണവും 8:30 ഭക്ഷണ വിതരണവും ഉണ്ടായിരിക്കും. വൈകിട്ട് 7:30 നടക്കുന്ന ദുആ സമ്മേളനത്തിന് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം സലാം ബഖവി നേതൃത്വം നൽകും. മഹല്ല് പ്രസിഡന്റ് AM അലാവുദ്ദീൻ, സെക്രട്ടറി MK അബൂബക്കർ, ട്രഷറർ കാരയിൽ മുഹമ്മദ് അലി ഹാജി, മജ്ലിസുന്നൂർ കമ്മിറ്റി കൺവീനർ MA ഹനീഫ, ചെയർമാൻ KK ഇസ്മായിൽ, ആരിഫ് കാര്യാടൻ, അബൂബക്കർ അൽ ഹദീർ, PM ഹംസക്കുട്ടി, സുലൈമാൻ ഹാജി എന്നിവർ നേതൃത്വം നൽകും. 25-ാം തീയതി നസീം മന്നാനി കൊല്ലത്തിന്റെ മുഖ്യ പ്രഭാഷണമുണ്ട്. വർത്തമാനകാല രക്ഷിതാക്കളാണ്. അതിൽ ആരിഫ് ഖാരേടൻ സ്വാഗതം പറയൻ, അബൂബക്കർ അൽ ഹദീർ പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കുകയും ചെയ്യും. തുടർന്ന് 25-ാം തീയതി ഞായറാഴ്ച മൗലിദ് പാരായണവും അതിനുശേഷം 8 മണിക്ക് ഭക്ഷണ വിതരണവും 7:30 ദുആ സമ്മേളനവുമുണ്ട്. ആ ദുആ സമ്മേളനത്തിന് നേതൃത്വം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളാണ്. അദ്ദേഹം നേതൃത്വം നൽകും. കുന്നംകുളം ബ്യൂറോ ഓഫ് ആർട്സ് ആൻഡ് റിക്രിയേഷൻസ് നേതൃത്വത്തിൽ നാരായണൻ നമ്പൂതിരിക്ക് ആദരമൊരുക്കി. ബ്യൂറോ ഓഫ് ആർട്സ് ആൻഡ് റിക്രിയേഷൻ, പോപ്പുലർ ആർട്സ് ആൻഡ് സ്പോർട്സ് സെന്റർ, കഥകളി ക്ലബ്, ലയൺസ് ക്ലബ് തുടങ്ങിയ സംഘടനകളിൽ സജീവമായ നാരായണൻ നമ്പൂതിരി നടത്തുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പ്രസിഡന്റ് മാത്യു മാസ്റ്റർ, സെക്രട്ടറി രവി CK, ട്രഷറർ പോൾസൺ എന്നിവർ ചേർന്ന് ഉപഹാരം നൽകി ആദരിച്ചത്. ക്ലബ്ബ് ഭാരവാഹിയായ അശോകന്റെ മകളും കലാകാരിയും ഭാരത് സേവാ സമാജ് പുരസ്കാര ജേതാവുമായ അങ്കിതയെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ എളവള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ചിറ്റാടുകറയിൽ നടന്ന പൊതുയോഗം CITU മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. CK രമേശ് അധ്യക്ഷത വഹിച്ചു. TD സുനിൽ, KS സദാനന്ദൻ, NB ജയ, ശ്രീബിത ഷാജി, തുപ്പത്ത് കൃഷ്ണൻ, പ്രമോദ്, AC രമേശ്, PA ഷൈൻ, BR സന്തോഷ് എന്നിവർ സംസാരിച്ചു. മുൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ 35-ാം ചരമവാർഷിക ദിനം വിവിധയിടങ്ങളിൽ ആചരിച്ചു. വിശദാംശങ്ങളിലേക്ക്. ആർത്താറ്റ് നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് മിഷ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. രാജേഷ് VM സ്വാഗതവും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MS സുഗുണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ഷാജു VA, ഉണ്ണിനായർ, വിൽസൺ, കമലാദേവി, ഗോപാലകൃഷ്ണൻ PK എന്നിവർ സംസാരിച്ചു. വാർഡ് പ്രസിഡന്റ് ആന്റോ ടെൽസൺ നന്ദി പറഞ്ഞു. കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരിയന്നൂർ സെന്ററിൽ രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MK അപ്പു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ AM മൊയ്തീൻ, ജെയ്സൺ ചാക്കോ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PV നിവാസ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷമീറ മറ്റം, മണ്ഡലം ഭാരവാഹികളായ KS വാസു, PV ഷാജി, MA ശ്രീകുമാർ, വത്സൻ ജോർജ്, അമിലിനി സുബ്രഹ്മണ്യൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് തോമസ് ചാലക്കൽ എന്നിവർ സംസാരിച്ചു. ഒരുമനയൂർ 5-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണയും പുഷ്പാർച്ചനയും നടത്തി. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് അശ്വിൻ ചാക്കോ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KJ ചാക്കോ, ജോൺസൺ എടക്കളത്തൂർ, ജോബി ആളൂർ, ജീവൻ ജോസഫ്, വേണു, അഭിഷേക്, മുഹമ്മദ് സിനാൻ, കെവിൻ ജോഷി എന്നിവർ നേതൃത്വം നൽകി. അക്കിക്കാവ് മേഖലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് N രാധാകൃഷ്ണൻ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി P പ്രവീൺകുമാർ, PM അബ്ബാസ്, K രാമകൃഷ്ണൻ നായർ, വാർഡ് മെമ്പർ രേഖ ജയറാം, AM നാസർ, അഡ്വക്കേറ്റ് K രഞ്ജിത്ത്, PA രാമകൃഷ്ണൻ, പോൾസൺ, ഗീതാഞ്ജലി ടീച്ചർ, അനസ് തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പുഷ്പാർച്ചനയും നടത്തി. ചാലിശ്ശേരി ഇന്ദിരാഭവനിൽ നടന്ന പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് PV ഉമ്മർ മൗലവിയുടെ അധ്യക്ഷതയിൽ DCC ജനറൽ സെക്രട്ടറി K ബാബുനാസർ അനുസ്മരണ പ്രഭാഷണം നടത്തി. UDF തൃത്താല നിയോജക മണ്ഡലം ചെയർമാൻ TK സുനിൽകുമാർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ ഹുസൈൻ പുളിയഞ്ഞാലിൽ, ഗോപിനാഥ് പാലഞ്ചേരി, ഹാഷിം അച്ചാരത്ത്, മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രദീപ് ചെറുവാശ്ശേരി, മജീദ് തച്ചറായിൽ, സലിം മൈലാടിക്കുന്ന് എന്നിവർ പങ്കെടുത്തു. പോർക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. മണ്ഡലം പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KA ജ്യോതിഷ്, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി P പ്രവീൺകുമാർ, മഹിളാ കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് കവിത പ്രേമരാജ്, KM പ്രമോദ്, ജോസഫ് വാഴപ്പിള്ളി, KK രതീഷ്, പഞ്ചായത്ത് മെമ്പർ ബിജു കോലാടി, മിനി ഗ്രിഗറി, റഷീദ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനസ് നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഞ്ജുളാൽ പരിസരത്ത് പുഷ്പാർച്ചനയർപ്പിച്ച് പ്രാർത്ഥനയോടെ തുടക്കം കുറിച്ച അനുസ്മരണ സദസ്സ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ അധ്യക്ഷനായി. നേതാക്കളായ R രവികുമാർ, KP ഉദയൻ, CS സൂരജ്, ബാലൻ വാർനാട്ട്, P ഐലാസർ, KPA റഷീദ്,
ശൈലജാദേവൻ, ശിവൻ പാലിയത്ത്, പ്രതീഷ് ഒടാട്ട് എന്നിവർ സംസാരിച്ചു. കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിത്തടം സെന്ററിൽ നടത്തിയ അനുസ്മരണം കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് OS വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ സജീവ് ചാത്തനാത്ത്, സലാം വലിയകത്ത്, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി യാവുട്ടി ചെറമനങ്ങാട്, ബ്ലോക്ക് സെക്രട്ടറിമാരായ അക്ബർ അലി, TK സുബ്രഹ്മണ്യൻ, സാംസ്കാരിക സാഹിതി ജില്ലാ ചെയർമാൻ സത്താർ ആദൂർ, പഞ്ചായത്ത് മെമ്പർ സൈബുനിസ ഷറഫു, പെൻഷനേഴ്സ് നിയോജക മണ്ഡലം സെക്രട്ടറി മജീദ് മാസ്റ്റർ തുടങ്ങി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. കടപ്പുറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചങ്ങാടിയിലെ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നളിനാക്ഷൻ ഇരട്ടപ്പുഴയുടെ അധ്യക്ഷതയിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി C മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ PA നാസർ, CS രമണൻ, PK നിഹാദ്, ബൈജു തെക്കൻ, മൂക്കൻ കാഞ്ചന, മിസിരിയ മുസ്താഖ് അലി, അബൂബക്കർ വലപ്പാട് എന്നിവർ പ്രസംഗിച്ചു. പാവർട്ടി മണ്ഡലം കമ്മിറ്റി നടത്തിയ അനുസ്മരണ യോഗത്തിന് മണ്ഡലം പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന AICC അംഗം അനിലക്കര അധ്യക്ഷനായി. DCC സെക്രട്ടറി സിജു പാവർട്ടി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ ആന്റോലി ജോ, OJ ഷാജൻ മാസ്റ്റർ, സലാമൻ മെനാട്, MT ഉമ്മർ സലീം, പഞ്ചായത്ത് അംഗങ്ങളായ ജെറോം ബാബു, TK സുബ്രഹ്മണ്യൻ, ജോസഫ് ബെന്നി, സുനിത രാജു, മഹിളാ കോൺഗ്രസ് നേതാക്കൾ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ നടന്ന അനുസ്മരണ സമ്മേളനം UDF കുന്നംകുളം നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ K ഗോവിന്ദൻകുട്ടി, NK കബീർ, രഘു കരിയനൂർ, സുനീഷ് ചിറ്റണ്ട, MA ഉസ്മാൻ, ചന്ദ്രപ്രകാശ് ഇടമന, MC ഐജു, റീന വർഗീസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജീഷ് നെല്ലുവായി, വാർഡ് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ച് സംയുക്ത തൊഴിലാളി യൂണിയൻ എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. മങ്ങാട് നിന്നും ആരംഭിച്ച പ്രകടനം നെല്ലുവായി സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CATU ഏരിയ പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗം MS സിദ്ധൻ അധ്യക്ഷനായി. കോർഡിനേഷൻ പഞ്ചായത്ത് കൺവീനർ PT ദേവസി, PB ബിബിൻ, PA ബൈജു, KC രാജൻ, PA ഗിരിജൻ, CM അജയൻ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,930 രൂപ, പവന് 71,440 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 110 രൂപ. ചരമം തയ്യൂർ ആശാരി വീട്ടിൽ പരേതനായ ഗോവിന്ദന്റെ മകൻ രവീന്ദ്രൻ നിര്യാതനായി 70 വയസ്സായിരുന്നു. സംസ്കാരം പോർക്കുളം പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിൽ നടന്നു. കുമാരി ഭാര്യയും രാജൻ, മോഹിനി, സിന്ധു എന്നിവർ സഹോദരങ്ങളുമാണ്. ഗുരുവായൂർ പുത്തമ്പള്ളി അയിനിപ്പുള്ളി പരേതനായ കൃഷ്ണൻ മകൻ സുധാകരൻ നിര്യാതനായി 88 വയസ്സായിരുന്നു. റിട്ടയർഡ് PWD എഞ്ചിനീയറാണ് പരേതൻ. പരേതയായ വിലാസിനി ഭാര്യയും ലസിത, സുധ, സ്മിത, രേഖ എന്നിവർ മക്കളുമാണ്. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് നഗരസഭ ക്രിമിറ്റോറിയത്തിൽ നടക്കും. ഗുരുവായൂർ തിരുവേങ്കിടം ബ്രദേഴ്സ് ക്ലബ് പരിസരത്ത് പന്തളത്ത് മംഗലത്ത് നാരായണൻ പോറ്റി നിര്യാതനായി 66 വയസ്സായിരുന്നു. റിട്ടയർഡ് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്നു പരേതൻ. ഇന്ദിരാദേവി ഭാര്യയും ശ്രീദേവ്, ദേവശ്രീ എന്നിവർ മക്കളുമാണ്. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത 66 മണത്തലയിൽ നിർമ്മാണം നടക്കുന്ന മേൽപ്പാലത്തിന് മുകളിലെ ടാറിട്ട ഭാഗത്ത് വലിയ വിള്ളൽ കണ്ടെത്തി. റോഡ് ഉപരോധിച്ച് പ്രതിഷേധം നടത്തിയ UDF അംഗങ്ങളെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്തു. നിർമ്മാണത്തിലെ അപാകത സംബന്ധിച്ച് വിദഗ്ധരുടെ പരിശോധന അടിയന്തരമായി നടത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഗതാഗത മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് NK അക്ബർ MLA കത്ത് നൽകി. കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ പാറയമ്പാടത്ത് തകർന്ന കൾവർട്ട് താൽക്കാലികമായി പുനർനിർമ്മിച്ചു. കൾവർട്ട് തകർന്നത് ചൊവ്വാഴ്ച രാത്രി 8:30ഓടെ. KSRTC ബസ്സിൽ കേരളത്തിലേക്ക് കഞ്ചാവ് കടത്താൻ ശ്രമിച്ച വെളിയങ്കോട് സ്വദേശികൾ പിടിയിൽ. ഇവരിൽ നിന്ന് 8.782 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. കോട്ടോൽക്കുന്നിലെ മണ്ണെടുപ്പ് മഴവെള്ളത്തിൽ ചെളിയെത്തുന്നത് ക്ഷേത്രത്തിലേക്ക്. ദുരിതത്തിലായി ഭക്തരും യാത്രക്കാരും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.